കുറച്ചല്ല കുറച്ചധികം ദിവസം വൈകിപ്പോയി എന്നറിയാം. എന്നാലും ഒരു നല്ല പെരുന്നാൾ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്ക് ഇതെവിടെ കിടക്കട്ടെ. പിന്നെ ഈ ഡാൻസ് ഏതാണെന്ന് മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ പെരുന്നാൾ വൈബ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കുഞ്ഞു കൈകളിൽ മൈലാഞ്ചി ഇട്ടുകൊണ്ടായിരുന്നു കേട്ടോ. അതുമാത്രമല്ല ഇത് മുമ്മുവിൻ്റെ ഫസ്റ്റ് ഇതാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മൾ. പണ്ടൊക്കെ ഇതിന് ഞാൻ മൈലാഞ്ചിയിടും, പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോസ് എടുക്കും, വീഡിയോസ് എടുക്കുമെങ്കിലും ഇത്തവണ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് പിള്ളേരെ ഒരുക്കാനായിരുന്നു കേട്ടോ. എല്ലാ മദേഴ്സിനെ പോലെ പെരുന്നാൾ ദിവസം എനിക്കും ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു. അതുകൊണ്ട് രാവിലത്തെ നിസ്കാരം, ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കലും ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ കുട്ടികളെ ഒന്ന് ഹാപ്പി ആക്കാനും അതുപോലെ നമ്മളൊന്ന് റിലാക്സ്ഡ് ആവാനും കൂടി നമ്മളൊരു പാർക്കിൽ പോയി. നമ്മൾ ഉദ്ദേശിച്ചത് ഇങ്ങോട്ട് വരാനല്ല, പക്ഷേ ഇവിടെയായിരുന്നു കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറി. എൻ്റെ കോ സിസ്റ്ററും അവരുടെ മോളും എൻ്റെ സിസ്റ്ററിലൂടെ മോനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ തമ്മിലുള്ള ആ കെയർ കാണുമ്പോൾ, അഫെക്ഷൻ കാണുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. മാഷാല്ലാ മൊമ്മൂനെ അവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും അവനെല്ലാവരും പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഐ ഫീൽ സോ ബ്ലെസ്ഡ്. കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ അതിപ്പോൾ നമ്മളായാലും അവരായാലും ഏകദേശം മാച്ചിങ് ആയ തക്കുടിനും ദിയാക്കൊക്കെ ഏകദേശം മാച്ചിങ് ആയ ഡ്രസ്സസാണ് നമ്മൾ എടുക്കാറ്. സിസ്റ്ററിനോട് മോനായാലും അവന് കിട്ടിയ പെരുന്നാൾ പൈസ കൊണ്ട് അവൻ്റെ സിസ്റ്റേഴ്സിന് ടോയ്സും അതുപോലെ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന കാണുമ്പോൾ ഈ ഒരു സ്നേഹമൊക്കെ എന്നും നിലനിൽക്കട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞ് മൊമ്മു നല്ല ഉറക്കായി. അതിനിടയിൽ നമ്മൾ അവനെ ഫീഡൊക്കെ ചെയ്തു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയിട്ടോ. വെൽ സ്പെൻഡ് ഈദ് ഡേ.